വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഒരുവിധം അതിൻ്റെ അന്ത്യത്തിലേക്ക് കടക്കുകയാണ്. പാതിര കുർബാനയ്ക്കൊക്കെ പോയി നല്ലൊരു കുമ്പസാരമൊക്കെ കഴിച്ചു. നല്ല പരിശുദ്ധിയിലാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിച്ചത്. അതിന് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിന് മാത്രമല്ല, കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്ന വളരെയധികം പുരോഹിതന്മാർക്കും മറ്റ് സന്യസ്തർക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. കാരണം പതിനായിരങ്ങളാണ് കുമ്പസാരിക്കാനൊക്കെ ക്യൂ നിന്ന് കുമ്പസാരിച്ചത്, കുർബാന കാണുന്നത്. അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളുടെ പള്ളിയിൽ ഇന്ന് കാലത്ത് 7 മണിയുടെ കുർബാന സിനഡ് കുർബാനയായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു കോംപ്രമൈസിൻ്റെയും ഒരു ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു ഒരു ലക്ഷണം കാണുന്നു. അത് കൂടുതൽ നന്നായി വരട്ടെ, കൂടുതൽ ഐക്യത്തിലേക്ക് സഭയെ നയിക്കും. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളും വരുന്നു. അപ്പോൾ ഇതിനെല്ലാം കർത്താവിന് നന്ദി പറയുന്നു. ഈ ക്രിസ്മസ് ഇവിടം കൊണ്ട് അവസാനിക്കാതെ എല്ലാ ദിവസവും ആ ക്രിസ്മസിൻ്റെ ആനന്ദത്തിൽ ആയിരിക്കാൻ സാധിക്കണമേ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. കാരണം മനുഷ്യർ വളരെ വീക്കാണ്. എൻ്റെ അടുത്ത് പലപ്പോഴും എന്നെ തന്നെ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. നീ എന്ത് ബേസിസിലാണ് ഈ വചനമൊക്കെ പറയുന്നത്? ഒറ്റ ബേസിസേ ഉള്ളൂ. പാപികളിൽ ഒന്നാമൻ പൗലോസ്ലീഹ, ഞാൻ രണ്ടാമനും. ആ ഒരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ ഈ വചനം പ്രഘോഷിക്കാൻ. പക്ഷേ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് വളരെ മെച്വേർഡായിട്ട് വിശ്വാസത്തിൽ വളർന്ന് തീഷ്ണതയോടെ ആചരിച്ച ഒരു ക്രിസ്മസ് വളരെ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ആഗ്രഹമെങ്കിലും സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ എങ്ങനെയാണ് നമ്മളെ തട്ടിക്കേണ്ടതെന്ന് കരുതി ഓടി നടക്കുന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. ബൈബിളിൻ്റെ ഒരു വചനഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം അടിച്ച് വെടിപ്പാക്കിയിടുമ്പോൾ സാത്താൻ അലഞ്ഞു നടന്ന് അതിനിരിക്കാനൊരു സ്ഥലം കിട്ടാതെ വരുമ്പോൾ തിരിച്ച് നിങ്ങളിൽ പ്രവേശിക്കുകയും നിങ്ങളുടെ ഹൃദയം അടിച്ച് വെടിപ്പാക്കിയിട്ടിരുന്നത് അത് കാണുകയും അപ്പോൾ അത് പോയി വേറെ 2-3 പിശാചുക്കളെയും കൂടി കൊണ്ടുവന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വാസമുറപ്പിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ്റെ സ്ഥിതി പഴയതിനേക്കാളും ബുദ്ധിമുട്ടുള്ളതാകും. അതുപോലെ തന്നെ 2 കൊറിന്തോസ് 11:3, എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ ക്രിസ്തുവിലുള്ള ലാളിത്യം. എന്താണ് ക്രിസ്തുവിലുള്ള ലാളിത്യം? നമ്മുടെ ജീവിതത്തിനെ ക്രിസ്തുവിന് ഭരമേൽപ്പിക്കുക. നമ്മുടെ ബുദ്ധിശക്തിക്ക് വിട്ടുകൊടുക്കാതെ
ക്രിസ്തുവിനെ നമ്മുടെ കൈ പിടിച്ച് നയിക്കാൻ അനുവദിക്കുക. അതാണ് ആ ലാളിത്യം. യു മസ്റ്റ് ഇൻക്രീസ് ആൻഡ് ഐ മസ്റ്റ് ഡിക്രീസ്. ക്രിസ്തു എന്നിൽ വലുതാവുകയും ഞാൻ ചെറുതാവുകയും വേണം. അതുപോലെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു, നിങ്ങളിൽ വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം. അങ്ങനെ കർത്താവ് തന്നെ ശിഷ്യന്മാരുടെ കാല് കഴുകി ആ മാതൃക നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ ആ ക്രിസ്തുവിലുള്ള ആ എളിമയും വിശുദ്ധിയും പാപങ്ങളോട് പടവെട്ടി, നിരന്തരം പടവെട്ടി, സ്വന്തം അവനവൻ്റെ പാപങ്ങളെ അനുദിനം ക്രിസ്തുവിൻ്റെ കുരിശിൽ തറച്ച് ആ കുരിശിൻ്റെ പാത പിന്തുടരുന്നവനെ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിനുവേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ സുഭാഷിതം 26:11, ഭോഷത്വം ആവർത്തിക്കുന്നവൻ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. നമ്മൾ ഉപേക്ഷിച്ച പാപങ്ങൾ വീണ്ടും വീണ്ടും യാതൊരുവിധ റെസിസ്റ്റൻസും കൂടാതെ ഒരു ചെറിയ ടെംപ്റ്റേഷൻ വരുമ്പോഴേക്കും ആ തഴക്കദോഷങ്ങളിലേക്കും ആ പാപങ്ങളിലേക്കുമൊക്കെ വീണ്ടും വീണ്ടും വീഴുന്നത് സ്വന്തം ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. എന്തൊരു വൃത്തികെട്ടൊരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഈ ടെംപ്റ്റേഷൻസിനെ അല്ലെങ്കിൽ പ്രലോഭനങ്ങളെ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. ഏതെല്ലാം സാഹചര്യങ്ങളിലാണോ പ്രലോഭനങ്ങൾ നമ്മൾക്ക് അനുഭവപ്പെടുന്നത്, ആ സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതിനെ പടവെട്ടി ജയിക്കുക എന്നുള്ളത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ക്രിസ്തുവാണ് എനിക്ക് ഏറ്റവും മുഖ്യം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നതാണ് എനിക്ക് ഏറ്റവും മുഖ്യം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞവന്, അതുപോലെ ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിച്ചു കഴിഞ്ഞവന് ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. അവൻ നിധി കിട്ടിയവനെ പോലെയാണ്. അപ്പം അത് ആ ഒരു സ്റ്റേറ്റിൽ എത്തുന്നത് വരെ നമ്മൾ പടവെട്ടിയേ തീരൂ. പക്ഷേ ആ ഒരു സ്നേഹം നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വയം ഈ പാപ സാഹചര്യങ്ങളെയും പാപത്തെയുമെല്ലാം വെറുത്തുപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. ക്രിസ്തുവിൻ്റെ ശക്തിയാൽ, നമ്മുടെ സ്വന്തം ശക്തിയാൽ അല്ല. വീണ്ടും സുഭാഷിതം 28:26 പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനാണ്. ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും. സ്വന്തം ജീവിതം കർത്താവിന് ഭരമേൽപ്പിച്ചിരിക്കുന്നവർ ഐശ്വര്യം നേടും. അതേസമയം സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കുന്നവൻ ഭോഷനാണ്. ജ്ഞാനമാർഗത്തിൽ, അതായത് ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ആർജിച്ച ഈ ക്രിസ്മസിന് മുമ്പുള്ള നോയമ്പ് എടുത്തവരുണ്ടാകാം, എടുക്കാത്തവരുണ്ടാകാം, മിനിമം നമ്മൾ കുമ്പസാരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പാപങ്ങൾ കുറിച്ച് പശ്ചാത്തപിച്ചിട്ടുണ്ടാകും, കുർബാന കണ്ടിട്ടുണ്ടാകും, കുർബാന കൈക്കൊണ്ടിട്ടുണ്ടാകും. ഇതെല്ലാം പുണ്യപ്രവൃത്തികളാണ്. ഇതെല്ലാം ചെയ്ത് മനോഹരമായ ആ ശിശുവിനെ പോലെ നിഷ്കളങ്കനായിരിക്കുന്ന നമ്മൾക്ക് വീണ്ടും ചേറിൽ ചവിട്ടാതെ നടക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.
ആ ക്രിസ്തുവിൻ്റെ ഏഹ്, ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യം അറിഞ്ഞവന് ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. ഇന്ന് എൻ്റെ കസിൻ എന്നെ വിളിച്ചിരുന്നു വൈകുന്നേരമായപ്പോൾ. പുള്ളി ചോദിച്ചൊന്നും കഴിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. നിർത്തിയോ? അവൻ നിർത്തിയിട്ടൊന്നുമില്ല, ഇവിടെ ഇരിപ്പുണ്ട്. കഴിക്കാൻ തോന്നുന്നില്ല, കാരണം നല്ലൊരവസ്ഥയിലാണ്. ക്രിസ്തുവിൻ്റെ സന്തോഷം, ക്രിസ്തു കൂടെ ഉണ്ടെന്നുള്ള ഒരു ബലം, ഏഹ്, അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു സമാധാനം, അതിനെ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അതിന് പകരമായി വയ്ക്കാൻ വേറെ ഒന്നും തികയുകയില്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ക്രിസ്തുവിലേക്ക് തിരിയാം, ക്രിസ്തുവിൻ്റെ വചനങ്ങളിലേക്ക് തിരിയാം. അതനുസരിച്ച് ഏഹ്, ജീവിക്കുവാനുള്ള ഒരു പ്രതിജ്ഞ, ഒരു 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 നിശ്ചയം, ഒരു ദൃഢനിശ്ചയം എടുക്കാം. എന്നിട്ട് അതിനുതകുന്ന കാര്യങ്ങൾ ചെയ്യാം. നല്ല കമ്പനിയായിട്ടൊക്കെ കൂട്ടുകൂടാം. ഇതിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും നമുക്ക് ഏഹ്, അതിൽ നിന്നെല്ലാം നമുക്ക് അകലാം. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ആ ക്രിസ്തുവിൻ്റെ ആ സ്പർശനം, ആ ക്രിസ്തുവിൻ്റെ കാരുണ്യം, അതിൻ്റെ മധുരിമ നമ്മൾ അനുഭവിക്കും. പിന്നെ നമുക്ക് വേറെ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ആനന്ദത്തിൽ, യഥാർത്ഥ ആനന്ദത്തിൽ നമ്മൾ കുടികൊള്ളും. ആ ഒരവസ്ഥയിലേക്ക് എല്ലാവരും എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി കർത്താവിനോട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ നമ്മൾ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരു വട്ടം കൂടി ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതം ആകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സർവേശ്വരൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.